ഗൈസ്, അവ ഇന്ന് നമ്മൾ പാളിപ്പോകും എന്ന് വിചാരിച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു കേക്കാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ക്വാണ്ടിറ്റി ഞാൻ ഭയങ്കരമായിട്ട് കുറച്ചു. അതായത് കേട് വന്നാൽ ഇത്രയും സാധനങ്ങൾ വേസ്റ്റ് ആവാൻ പാടില്ലല്ലോ. അതിനുവേണ്ടി നമുക്ക് ആദ്യം വേണ്ടത് ഒരു റോബസ്റ്റ് ആണ്. റോബസ്റ്റ് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. പിന്നെ ഞാൻ ഓട്സ് ആണ് പൊടിച്ചിടുന്നത്. അപ്പം കേക്ക് സാധാ ഒരു കേക്കല്ല, ഒരു ഹെൽത്തി കേക്കും കൂടിയാണ്. അപ്പം പിന്നെ വേണ്ടത് നമുക്ക് കൊക്കോ പൗഡറാണ്. കുറച്ച് കൊക്കോ പൗഡറും അതേപോലെ തന്നെ കുറച്ച് ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ബേക്കിംഗ് പൗഡർ ചേർക്കുക. പിന്നെ അതിലേക്ക് 2 കോഴിമുട്ടയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് തന്നെ മിക്സ് ആക്കണം. എന്നിട്ട് അതിലേക്ക് നമുക്ക് വേണ്ടത് ഹണി വേണമെങ്കിൽ ഹണി ചേർക്കാം. ഇപ്പം ഞാനിവിടെ ചേർക്കുന്നത് ഡേറ്റ്സിൻ്റെ സിറപ്പാണ്. അങ്ങനെ കുറച്ച് ഡേറ്റ്സിൻ്റെ സിറപ്പ് ഒഴിച്ചിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ആക്കുക. ഈ ടൈമിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നട്ട്സും കാര്യങ്ങളൊക്കെ ആഡ് ആക്കാവുന്നതാണ്. അപ്പം ഞാൻ ചേർത്തിട്ടുള്ളത് ഡേറ്റ്സ് ആണ്. കേക്കിൻ്റെ ബാറ്റർ കുറച്ചൊന്ന് തിക്ക് ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട് മിൽക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഒന്നും കൂടി മിക്സ് ചെയ്തെടുത്തു. കുക്കറിൽ കുറച്ച് ബട്ടറൊക്കെ ഒഴിച്ച് അതിലേക്ക് ഈ മിക്സൊക്കെ ആഡ് ചെയ്ത് ഒരു 20 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ വേവിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു അടിപൊളി കേക്കായിട്ട് കിട്ടും. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ കായ് വരുമെന്ന്. അപ്പം എനിക്ക് എന്തായാലും ഉണ്ടാക്കാൻ പറ്റി. അപ്പം നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാക്കാൻ പറ്റും. മാത്രമല്ല ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പം ഡയറ്റും അതേപോലെ തന്നെ ഷുഗർ പേഷ്യൻസിനൊക്കെ ഈ ഒരു കേക്ക് അടിപൊളിയായിരിക്കും. ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ ഞാൻ തന്നെ ആദ്യം മുറിച്ച് ഞാൻ തന്നെ ഫസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഒരു പ്രത്യേക ടേസ്റ്റ് മാത്രമല്ല, നല്ല ചൂടുണ്ടായിരുന്നു. പാളിപ്പോന്ന് വിചാരിച്ചുണ്ടാക്കിയ കേക്ക് ഇത്രയ്ക്ക് അടിപൊളിയായി. അപ്പം എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പം അത്രയും വീഡിയോ ബൈ.